ജീവിതത്തിലെ ചില നിർണായക ഘട്ടങ്ങളിൽ നാം പതറിപ്പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വചനദീപം ഹൃദയത്തിൽ പ്രകാശിച്ചവർക്ക് എന്തിനേയും നേരിടാൻ ധൈര്യം ലഭിക്കുകയാണ്. ഇത് മല്ലിക ഭർത്താവിൻ്റെ ശാരീരിക രോഗാവസ്ഥയിൽ മനോധൈര്യം കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അസാധാരണ വിടുതൽ അനുഭവിച്ചറിഞ്ഞ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയാണ് മല്ലിക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനൊരു ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് മല്ലിക സി ആണ്. ഞാൻ 8ാമത്തെ മകളാണ്. കുഞ്ഞുനാളിലെ യേശുവിനെ അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുകയുണ്ടായി. ലവ് ആർമി ക്രൂസൈഡിൽ നിന്നാണ് പങ്കെടുത്തത്. അത് സ്ത്രീകൾ 35 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അന്ന് എൻ്റെ കൊച്ചും പ്രായമായിരുന്നു. ആ സമയത്ത് ഞാൻ യേശുവിനെ അനുഭവിച്ചറിയുവാൻ സാധിച്ചു. പിന്നെ ഞാൻ തുടർന്ന് പഠിക്കുകയും പിന്നെ സുവിശേഷത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. കുടുംബജീവിതം ആരംഭിച്ച സമയത്ത് എന്നെ യേശു ഒരുപാട് സ്നേഹിക്കുകയുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ദാനമായി 2 ആൺമക്കളെ തന്നിട്ടുണ്ട്. 2 പൈതങ്ങളും എൻ്റെ വിശ്വാസം മൂലം എൻ്റെ മക്കൾ എന്നോടൊപ്പം ആയിരുന്നു, പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. യേശുവിനെ അറിഞ്ഞ് ജീവിച്ചു. നാളുകൾക്ക് ഒരു കൂട്ടായ്മയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത്. ആത്മീയമായിട്ട് ഞാൻ ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. പിന്നെ വളരെ നാളുകൾക്ക് ശേഷം ഒരു ജീവിതത്തിന് മുന്നോടിയായി ജീവിപ്പാൻ എന്നെ സഹായിച്ചു. യേശു എനിക്കൊരു ബലം തന്നു, ആത്മീയമായിട്ടുള്ള ബലം. ആ സ്നേഹം, ആരിലും കാണാത്ത സ്നേഹം, എൻ്റെ വീട്ടുകാർ പോലും തരാത്ത സ്നേഹമാണ് യേശു എനിക്ക് തന്നത്. കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കി മുന്നോട്ട് ഓടുവാൻ തക്കവണ്ണം യേശു സഹായിച്ചിട്ടുണ്ട്. പലവട്ടവും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലും മുറ്റൊരുമയായിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവിടെയും ദൈവം എന്നെ സ്നേഹിപ്പാനും ആ കുടുംബത്തെ ദൈവം എടുത്ത് ഉയർത്തുവാനും സാധിച്ചു. ഒന്നുമില്ലായ്മയുടെ പക്കൽ നിന്ന് ഞാൻ വന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് എല്ലാം എൻ്റെ യേശു എനിക്ക് തിരികെ തന്നിട്ടുണ്ട്. എനിക്ക് 2 ആൺമക്കളാണ്. ഒരാൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് സ്റ്റാഫായിട്ട്. 2ാമത്തെ ആൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മെയിൻ മിഷൻ ഓപ്പറേറ്ററാണ്. 2 മക്കളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദേശത്ത് തന്നെ മാനിക്കപ്പെടുന്ന മക്കളായിട്ടാണ് എനിക്ക് ദൈവം തന്നത്. യേശു എനിക്ക് ഒരുപാട് എന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ കുടുംബത്തെയും ദൈവം സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു രോഗം പിടിപെട്ടത്. ആ രോഗത്തിൽ വളരെ ബുദ്ധിമുട്ട് പ്രയാസവും അദ്ദേഹം അനുഭവിച്ചു. 2022 അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു. 3 പ്രാവശ്യവും അറ്റാക്ക് വന്നിട്ടുണ്ട്. ICUവിലായിരുന്നു. വളരെ ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകാൻ സാധിച്ചത്. എന്നാലും ജീവൻ കിട്ടൂല എന്ന് ഡോക്ടർ വിധി എഴുതിയെങ്കിലും യേശു എനിക്ക് ആ ജീവനെ തിരികെ തരുവാനും സാധിച്ചു. പലവട്ടം അദ്ദേഹം ഗൾഫിലായിരുന്ന സമയത്തും അവിടെ വെച്ചും രോഗം പിടിക്കപ്പെട്ടു. ഒരു കൈയും കാലും അവിടെ വെച്ചും തളർന്നുപോയ ഒരവസ്ഥയാണ്. എന്നാലും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു. ദൈവ സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് വീണ്ടും തിരികെ തരുവാൻ സാധിച്ചിട്ട് 7 പ്രാവശ്യമെങ്കിലും അദ്ദേഹം മരണത്തോട് മല്ലിടുകയായിരുന്നു. ആ 7 പ്രാവശ്യവും തമ്പുരാനെ ഞങ്ങൾക്ക് തിരികെ തരുവാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആർക്കും കിട്ടാത്ത ഒരു സ്നേഹം എൻ്റെ യേശു ഞങ്ങളുടെ കുടുംബത്തിന് ഭദ്രമായി സൂക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലവും ഞങ്ങളോടൊപ്പം യേശു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2024 ആഗസ്റ്റ് 15-ാം തീയതി ഞങ്ങൾ വീട്ടിലോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനും എൻ്റെ ഭർത്താവ് മൂത്തി ചേച്ചിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് ഒരു വല്ലായ്മ വന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് വേറെ ഒരു അസുഖമാണ്. ഞാനും എൻ്റെ മകനും വിചാരിച്ചു
അറ്റാക്ക് ആയിരിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു. നേരിയ പനിയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം പറഞ്ഞു മെഡിക്കലിലേക്ക് ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം വന്ന ആ ഷീറ്റും എടുത്തും കൊണ്ട് ഞങ്ങൾ മെഡിക്കലിലേക്ക് പോവുകയായിരുന്നു. അവിടെ ആ കാഷ്വാലിറ്റിയിൽ ഡോക്ടർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ ശാരീരികമായിട്ടുള്ള ഒരു വെല്ലുവിളി, ആ രോഗം തുടർന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതെന്താണെന്ന്. അപ്പോൾ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ ഞാനും എൻ്റെ മകനും രണ്ടാമത്തെ മകനും നോക്കി ഇരിക്കവേ അദ്ദേഹം പെട്ടെന്ന് തന്നെ സംസാരം നഷ്ടപ്പെട്ടു. വലത് കാലും വലത് കൈയുമാണ് ചലനശേഷി ഇല്ലാതെ ആയിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതെന്താ അസുഖമാണെന്ന്. എന്നാൽ അഡ്മിറ്റാക്കി പെട്ടെന്ന് തന്നെ അവർ പറയാൻ ഇത് സ്ട്രോക്കാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഞങ്ങൾ പരിഭ്രമിച്ചു പോയി. മൂത്ത പൈതൽ എൻ്റെ അടുത്തില്ല, കാലിക്കറ്റ് അവിടെ വർക്ക് ചെയ്യുകയാണല്ലോ, പെട്ടെന്ന് അവനെ അറിയിക്കാനും പറ്റില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പകച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ഇതിൻ്റെ ഒന്നും ഇദ്ദേഹം രക്ഷപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ 3 പ്രാവശ്യം അറ്റാക്കും വന്നിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ഈ സ്ട്രോക്കും വന്നിട്ടുണ്ട്, ഒരിക്കലും ഇത് ഇദ്ദേഹം രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ബെറ്റിൻ്റെ അങ്ങേയറ്റം വിട്ട് ഇങ്ങേയറ്റം വിട്ട് എല്ലാ രോഗികളും ഉണ്ട്. ആ രോഗികൾ 1-2 പേര് ഉണർന്നിരിക്കും, കൂട്ടിരിപ്പുകാർ. ആ കൂട്ടത്തിൽ ഞാനും ഉണർന്നിരുന്നു. എന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവിന് ജീവനില്ലാതെ ആ ബെഡിലേക്ക് കിടക്കാൻ സാധിച്ചു. ഇത് കണ്ട് ഞങ്ങൾ പകച്ചു നിന്നുപോയി. തിരികെ കൊണ്ടെത്തിക്കണം, എനിക്ക് വേണം എന്നുമുള്ള ഒരു വാശിയോടെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് യേശുവോട് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്ന് പറയുമായിരുന്നു, ഈ 6 ഡോക്ടർമാരും വന്ന് പറയുമായിരുന്നു, അമ്മേ ഇനി ഈ അച്ഛനെ കിട്ടില്ല, ഞങ്ങളുടെ മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല, രക്ഷപ്പെടാൻ നിങ്ങൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും തന്നെ ദൈവത്തോട് ഞങ്ങൾ 7 ദിവസവും അത് അവിടെ ഹോസ്പിറ്റലായിരുന്നു, ഞങ്ങൾ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തമ്പുരാൻ തിരികെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. കാല് പോലും അനക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഡോക്ടർ വന്നു ചോദിച്ച് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഒരു വ്യത്യാസവും കാണില്ല. എന്നാലൊരു വലത് കരം ചലിക്കുവാനിടയായി. ആ 2 ദിവസം ചലിച്ചെങ്കിൽ പിന്നെ ചലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കി നിൽക്കും. മരിച്ചതിന് സമമായിട്ടാണ് എൻ്റെ ഭർത്താവ് ആ ബെഡിലേക്ക് കിടന്നത്. അവസാനം തന്നെയാണ് ഞാൻ പറഞ്ഞ് നമുക്ക് തിരികെ കൊണ്ടുപോകാമെന്നുള്ളൊരു രീതിയിൽ എൻ്റെ മക്കൾ എന്നോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ 5-ാമത്തെ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് തനിയെ ആ ബെഡിൻ്റെ താഴെ എൻ്റെ 2ാമത്തെ മകൻ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴും ഞാൻ ദൈവത്തോട് നിലവിളിച്ച്, കർത്താവായ ദൈവമേ എന്നോട് ഇടപെടണം, എൻ്റെ കുടുംബത്തോട് ഇടപെടണം, ദൈവം ഇതിൻ്റെ സാന്നിധ്യം ഇറങ്ങണം, എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണം. അപ്പോൾ ഒരു വലിയൊരു ക്യാമറ നമുക്ക് ഈ വലത് കാലിന് മേലെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന്. ക്യാമറ വന്ന് ഞാൻ ആരും കാണാത്ത ആ ഒരു ക്യാമറ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് ആ വലത് കാലിൻ്റെ മേലെ ഇങ്ങനെ അടിക്കുവാനിടയായി. അപ്പോൾ എനിക്കൊരു തോന്നലായിരിക്കും ഇതൊക്കെ വെറുതെ ആയിരിക്കാം, അത് എൻ്റെ തോന്നലാണോ എന്നുള്ള ഒരു രീതിയിൽ ഞാനത് കാണുകയായിരുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ആ വലത് കാല് ചലിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ ഇറങ്ങി. ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊരു തെളിവായി. പിന്നെ അവിടെ നിന്ന് തന്നെ എൻ്റെ മോനെ ഞാൻ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്നതുപോലെയാണ് അച്ഛനെ വലത് കാല് ചലിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഡോക്ടർ വിധി എഴുതിയ സ്ഥാനത്താണ്. അത് 1-2 പേരല്ല, 6 ഡോക്ടർമാരാണ് വിധി എഴുതിയത്. ഇനി രക്ഷയില്ല, 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചു. അവർ മെഡിസിൻ അത്രയും കൊടുത്തിട്ടുണ്ട്, എന്നാൽ അതൊന്നും ശരീരത്തിൽ ഏൽക്കുന്നില്ല. യേശു അവിടുന്ന് സൗഖ്യം ആ കാല് ചലിക്കാൻ തുടങ്ങി. പിന്നെ നേരെ ഞങ്ങളെ അവിടെ നിന്ന് കന്യാകുളങ്ങര ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയുണ്ടായി. ആഴമേറിയ പ്രാർത്ഥനാനുഭവങ്ങളിൽ ദൈവസാന്നിധ്യം ആഗ്രഹിച്ച മണിക്കൂറുകളിൽ അവിശ്വസനീയമാം വിധം ഭർത്താവിന് ലഭിച്ച സൗഖ്യത്തിൽ നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് നന്ദി പറയുകയാണ് മല്ലിക. കന്യാകുളങ്ങര ഹോസ്പിറ്റലിലേക്ക് ഞാൻ എൻ്റെ മകനും മക്കളുമായിട്ട് ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയായിരുന്നു. ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞ് വളരെ സൂക്ഷിക്കണം, 3 പ്രാവശ്യം
അറ്റാക്ക് വന്ന വ്യക്തിയാണ്. അതിനാലിടയിലാണ് സ്ട്രോക്ക് വന്നിട്ടുള്ളത്. വളരെ ക്രിട്ടിക്കലായ ഒരു നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ ആൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. 6 മാസവും 1 വർഷവും പറഞ്ഞ ആ സ്ഥാനത്ത് കർത്താവായ ദൈവം തന്നെ ഭർത്താവിനോട് ഇടപെടുകയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിക്കുമെന്നുള്ളൊരു എന്നുവെച്ച് യേശുവിനോട് അടുപ്പം ഇല്ലാത്ത ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. ബിനു എന്നാണ് പേര്. അദ്ദേഹത്തെ ദൈവം ഇത്രമാത്രം സൂക്ഷിച്ചു. സാധാരണ ശിക്ഷിക്കേണ്ടടുത്ത് ദൈവം സ്നേഹിച്ചു ലാളിച്ചു അദ്ദേഹത്തിനെ തട്ടി ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 8ാമത്തെ ദിവസത്തിൽ മൂക്കിൽ നിന്നും ഓസ് മാറ്റാൻ സാധിച്ചു. അത് സാധാരണയായിട്ട് അത് ഇട്ടാൽ അതിൽ തന്നെയാണ് 3 മാസത്തോളം ആഹാരം കൊടുക്കേണ്ടതുണ്ട്. അത് പിന്നെ 8ാമത്തെ ദിവസത്തിൽ തന്നെ അത് ഇളകി വരാൻ സാധിച്ചു. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടറെ അടുത്ത് ചെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഡ്യൂട്ടി ഡോക്ടർ അപ്പോഴില്ലായിരുന്നു. എന്നാലും അവിടുത്തെ നേഴ്സും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഓസ് അന്നത്തെ രാത്രിയിൽ എടുത്തു മാറ്റി പിറ്റേ ദിവസം വീണ്ടും അതിന് കണക്ഷൻ കൊടുക്കാനായിട്ട് വന്നു. എന്നാലും എൻ്റെ ഹസ്ബൻഡ് ചാടി എണീറ്റ് പറയുകയാണ്, അതുവരെയും തളർന്നു കിടന്ന ഒരു വ്യക്തി എണീറ്റ് പറയണേ എനിക്കിതൊന്നും വേണ്ട, ഞാൻ വളരെ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞത്. 9ാമത്തെ ദിവസം യൂറിൻ പാസ് ചെയ്തിരുന്ന ആ ഓസുവരെ എടുത്തു മാറ്റാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തോന്നി അദ്ദേഹം എടുത്തു മാറ്റിയതാണ്. വീണ്ടും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും പാടില്ല, ഞങ്ങളുടെ മെഡിസിൻ പ്രകാരം നിങ്ങൾ ഇത് സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നാൽ അവിടേക്കെയും പറഞ്ഞു എൻ്റെ ഭർത്താവ് ഉടനെ എടുത്ത് പറയുകയാണ് വേണ്ട എനിക്ക് സൗഖ്യം യേശു തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 12ാമത്തെ ദിവസം എൻ്റെ ഭർത്താവ് എണീറ്റ് നടക്കുവാൻ സാധിച്ചു. ടോയ്ലറ്റൊക്കെ തനിച്ച് പോകുവാനൊക്കെ സാധിച്ചു. ഇപ്പോൾ വളരെ അധികമായിട്ട് സംസാരിക്കാനും ഇടയായി. വളരെ യേശു സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം ഞാനും എൻ്റെ 2 മക്കളും നല്ല രീതിയിൽ ആരാധിക്കുന്നുണ്ട്. ഞങ്ങൾ വിജയ് മനോഹർ പാസ്റ്ററിൻ്റെ കീഴിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. 15 വർഷം കൊണ്ട് കർത്താവിൻ്റെ ദാസൻ വളരെ അധികമായിട്ട് ഞങ്ങൾ ഒന്ന് താണുപോയാലും ഞങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഞങ്ങളെ കൈ താങ്ങണം. അവരുടെ കുടുംബമായിട്ട് ഞങ്ങളെ കൈ താങ്ങുന്നുണ്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഒരു ക്രിസ്തീയ വിശ്വാസം എന്നൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് ഒത്തൊരുമയാണെന്നുള്ളത് ബോധ്യം എനിക്കുണ്ട്. ഒരാൾക്കൊരു വീഴ്ച വന്നാൽ ഈ ക്രിസ്തീയ കൂട്ടായ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒത്തൊരുമയോടെ കൈപിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം. ആ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരിലും പകർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രിയ 2 മക്കൾ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. 2 മക്കളും ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മൂത്ത പൈതൽ ലീവ് കിട്ടുന്ന സമയത്ത് തന്നെ വന്ന് ഞങ്ങളോടൊപ്പം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. യൗവന തലമുറകളെ എൻ്റെ ദേശത്തിൽ നിന്നും ഒരുപാട് മക്കളെ യേശു സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ 25 യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളാണ്, അവർക്ക് ഇത്രയും കുടുംബമായവരുമുണ്ട് കുടുംബാകാത്തവരുമുണ്ട്. അപ്പോൾ 25 പേരിൽ 10 പേരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ദൈവം സംസാരിക്കുകയാണ്. ഈ നാളുകളിൽ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ എന്നെ എൻ്റെ കുടുംബത്തെ അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് 13 പേര് ഈ വിശ്വാസത്തിലേക്ക് യേശുവിനോടുള്ള സ്നേഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരും ഈ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. വളരെ ദാനമായി ഞങ്ങൾക്ക് ഓരോന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം തമ്പുരാൻ ഞങ്ങൾക്ക് തിരികെ തരുന്നുണ്ട്. വളരെ ആത്മീയ ശുശ്രൂഷയിലും ഞാൻ ഒരു പങ്കാളിത്തം വഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. കാരണം പ്രാർത്ഥനയിലൂടെ ജാഗ്രതയായി ഇരിക്കുകയാണ്. വചനത്തിൻ്റെ മർമ്മങ്ങളെയൊക്കെയും യേശു തമ്പുരാൻ ചിലപ്പോൾ എനിക്ക് വെളിപ്പെടുത്തി തരാറുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആത്മീയ കോളത്തിൽ തന്നെയാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത്. ഒറ്റപ്പെട്ടല്ല. ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ വേർതിരിച്ച് ഞങ്ങളെ ദേശത്തെ മാനിക്കുവാൻ തക്കവണ്ണമുള്ള ഒരിടയാണ്. എന്തെങ്കിലും കുടുംബത്തിലൊരു ഫംഗ്ഷൻ വന്നാലും അകറ്റി നിർത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യേശുവിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ
യേശു എന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ കൂടപ്പിറപ്പുകളാകട്ടെ, എൻ്റെ ബന്ധുക്കളാകട്ടെ, എല്ലാവരും എന്നെ ഞങ്ങളെ കുടുംബമായി സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കൂടപ്പിറപ്പുകൾ ഇനിയും യേശുവിനെ അറിയാനുണ്ട്. യേശുവിനെ സ്വയമായിട്ട് അറിഞ്ഞാലും പോരാ, ആത്മീയതയിൽ ആഴമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതുപോലെ വേദപുസ്തകത്തിൽ പറയുന്ന നനയാത്ത നാഴികൾ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ലൂക്കോസ് 12-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഒരുക്കമുള്ളവളായിട്ട്, ആത്മീയതയിലായിട്ട്, ഭൗതികത്തിലായിരിക്കെ, എനിക്ക് ഭൗതികത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാൻ ആ നഷ്ടങ്ങളെല്ലാം ഞാൻ ആത്മീയതയിൽ എത്രത്തോളം ആഴമായിട്ട് ഇറങ്ങുന്നുണ്ടോ അത്രത്തോളം എന്നെ കരം പിടിച്ച് എൻ്റെ തമ്പുരാൻ നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് വിദേശത്തായിരുന്ന സമയം 5 വർഷം വിദേശത്തായിരുന്നു. ആ 5 വർഷം വിദേശത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ശരീരത്തിൽ വളരെ നേരിയ അനുഭവമായിട്ടുള്ള ഒരു നീര് വ്യാപിക്കുവാനിടയായി. ആ വ്യാപിച്ച് അദ്ദേഹം അവിടെ കിടക്കുകയായിരുന്നു. ആരുമില്ലായിരുന്നു സഹായിക്കാൻ. എന്നാൽ കൂടെയുള്ളവരവർ സഹായിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഭാരമില്ല. അതിന് മുന്നോടിയായി എനിക്ക് ദാനം തന്ന 2 മക്കളെ ഞങ്ങളുടെ രീതിയിൽ, ദൈവത്തിൻ്റെ രീതിയിലും ദൈവം ഒരുപാട് ഇടപെട്ടു. ഇന്ന് 2 പേരും ആത്മീയ മക്കളാണ്. 2 പേരും നല്ല ഉപജീവന മണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. ദേശത്തും എൻ്റെ കുടുംബത്തിലും എൻ്റെ ചാർച്ചക്കാരിലും മാനിപ്പാൻ തക്കവണ്ണം ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അവരും ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വളരെ സന്തോഷവാനാണ്. എന്നാലും അല്പ വ്യത്യാസം സംസാരത്തിൽ ഉണ്ട്. അതെല്ലാം തുടച്ചു മാറ്റി 1 വർഷത്തെ കാലാവധി പറഞ്ഞതെങ്കിലും 12 ദിവസം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ നേരെയാക്കുവാൻ തമ്പുരാന് എടുത്തുപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. വളരെ ആത്മീയതയിലാണ് ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നത്. ഞങ്ങൾ ദേശത്തെ മാനിപ്പാൻ തക്കവണ്ണം ഒരു സഭ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ എവിടെയായാലും ചെല്ലുകയാണ്. ആര് വിളിച്ചാലും യേശുവിൻ്റെ വചനവും പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ മുന്നോടിയായിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൻ അനന്തു നല്ല മാർക്കോട് കൂടിയാണ് SLCക്ക് ജയിച്ചത്. പിന്നെ അവിടുന്ന് +2 ആയി. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്നിൽ ഡോക്ടറാകുക, അല്ലെങ്കിൽ എയർപോർട്ടിലെ ക്യാബിൻ ക്രൂ ആവുക എന്നാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഡോക്ടറാകാൻ സാധിച്ചില്ല. അവന് എയർപോർട്ടിലേക്ക് വർക്ക് ചെയ്യുവാൻ സാധിച്ചു. ഡിഗ്രി നല്ല മാർക്കോട് കൂടി അവൻ പഠിക്കുകയുണ്ടായി. ഈ കോഴ്സ് എടുത്ത് പഠിച്ചു. എന്നാൽ അവിടെയും വലിയൊരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അഡ്മിഷന് ഓരോരുത്തർക്ക് 25,000 രൂപയായിരുന്നു അവിടുത്തെ അഡ്മിഷൻ. എന്നാൽ വഴുതക്കാടാണ് പഠിച്ചത്. അവിടെ എൻ്റെ മകന് കിട്ടിയ ഡൊണേഷൻ അവിടെ കെട്ടിവെക്കുന്നത് 10,000 രൂപയാണ് കെട്ടിവെക്കാൻ സാധിച്ചു. ബാക്കിയുള്ളവർക്ക് 25,000, എൻ്റെ മകന് 10,000 രൂപയാണ് അവിടെ കെട്ടിവെക്കാൻ സാധിച്ചത്. എന്നാൽ അവൻ തുടർന്ന് പഠിച്ചു. 3 വർഷവും പഠിച്ചെങ്കിലും 3-ാമത്തെ വർഷം എൻ്റെ മോന് ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെയായി. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിലാണ് ഇതിൻ്റെ മെയിൻ ഇതുള്ളത്. അവിടെ ചെന്ന് പരീക്ഷ എഴുതി അവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ നമ്മളിവിടെ നിന്ന് പൈസ കെട്ടിവെക്കണം. ഫീസ് അടയ്ക്കാൻ പറ്റാനില്ല. പരീക്ഷ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പോഴവന് മുട്ടുമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. അവൻ്റെ റൂമിൽ ഞാൻ നോക്കിയപ്പോൾ അവനെ കണ്ടില്ല. റൂമിൽ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞ് മുട്ടുമടക്കി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. എനിക്ക് ഈ എക്സാം എഴുതണം എന്നുള്ള, അവസാനത്തെ എക്സാമാണ് എഴുതണമെന്നുള്ള. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, അനന്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഉടനെ തന്നെയാണ് ഈ 45 കുട്ടികളും അവൻ്റെ ഫീസ് അടച്ചാൽ മാത്രമേ ഞങ്ങളുടെ ആരുടെയും ഫീസ് അടയ്ക്കുന്നില്ല, അവനും കൂടെ അടച്ചിട്ട് മതി ഞങ്ങൾ എക്സാം എഴുതാം. അവസാനം ഈ 45 കുട്ടികളും ഒറ്റക്കെട്ടായിട്ടിരുന്ന് എൻ്റെ മകന് അവന് ചേർത്ത് പിടിച്ച്
അവനെ ചേർത്ത് പിടിച്ചത് വേറെ ആരുമല്ല, യേശുവാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ചേർത്ത് പിടിച്ച് 45 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് എൻ്റെ മകൻ്റെ ഫീസ് വരുന്നത് വരെയും കാത്തിരുന്ന് അവർ ആ എക്സാം എഴുതി. ആ എക്സാമിലും അവൻ ടോപ്പ് 1 തരമാണ്. നല്ല മാർക്കോട്, ഹൈ മാർക്കോട് കൂടി പാസ്സാകുവാൻ സാധിച്ചു. ഡിഗ്രി പാസ്സായി. പിന്നെ 19-ാമത്തെ വയസ്സിൽ അവന് കോളേജ് സെലക്ഷൻ കിട്ടി, ഡൽഹിയിലേക്ക് ജോലി ലഭിക്കുന്നു. അപ്പോൾ ഈ 19-ാമത്തെ വയസ്സിൽ അവൻ എന്താണെന്ന് പോലും പുറലോകം പോലും അറിയില്ലല്ലോ എന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഇവനെ തനിച്ച് ഇങ്ങോട്ട് വിട്ടാൽ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡൽഹിയിലേക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ 21-ാമത്തെ വയസ്സിൽ എൻ്റെ മകനെ പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. പോകാത്ത സ്ഥലമില്ല എൻ്റെ മകൻ. അവിടേക്കും പോകുമ്പോൾ എൻ്റെ മോൻ ബ്ലാക്കാണ്, എന്നാലും അവിടേക്ക് പോകുമ്പോഴത്തേക്ക് പറയും ബ്ലാക്ക് ആയവരെ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന് നിരാശയായിപ്പോയി. അവിടെ നിന്ന് ഇവിടെ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലും വീണ്ടും അവൻ മുട്ടുമടക്കി അവൻ്റെ ആ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന വില കൊടുക്കേണ്ടി വന്നു. ആ സമയത്ത് 21-ാമത്തെ വയസ്സിൽ ഭദ്രയെന്ന് ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് അവിടെ നിന്ന് വിളിച്ചിട്ട് പിന്നെ ആദ്യമായിട്ട് അവന് കിട്ടിയത് ചെന്നൈയിലായിരുന്നു. 1.5 വർഷം അവിടെ വർക്ക് ചെയ്തു. ഗ്രൗണ്ട് സ്റ്റാഫായിട്ടാണ് അവിടെ വർക്ക് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ നേരെ പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. ട്രിവാൻഡ്രത്തേക്ക് 6 മാസം ചെയ്തു. പിന്നെ അവിടെ നിന്ന് മോനിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കാലിക്കറ്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യണമെങ്കിലും പിന്നെ ഡൽഹിയിലും കൂടെ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അവിടെയൊക്കെയും അവന് ഒരു അവാർഡ് അവന് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫ്യൂമായിട്ടായിട്ട് നല്ല രീതിയിൽ അവൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു കാഴ്ചയും അവൻ്റെ സംസാര രീതിയും അവന് എനിക്ക് അറിയില്ല ഇതുവരെയും എൻ്റെ മകന് ഏത് ലെവലിലെത്തിയെന്നൊന്നും പറയും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ അവൻ നല്ല രീതിയിൽ നല്ല ടോപ്പിലാണ്. എന്തെങ്കിലും ഒരു എക്സാം ഉണ്ടെങ്കിൽ അവിടെയൊക്കെയും അവന് 1ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അവന് ഡൽഹിയിൽ വെച്ച് തന്നെ നാഷണൽ അവാർഡ് കൊടുക്കുകയും ചെയ്തു. പിന്നെ ക്യാഷ് അവാർഡും കൊടുക്കുകയും ചെയ്തു. അതിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. CSA ആയിട്ടാണ്. ഞങ്ങളെ ദൈവം അത്രയും കരം താങ്ങി നടത്തി. ഇളയ പൈതലും അങ്ങനെ തന്നെയാണ്. +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ആ കമ്പനിയിലെ മെഷീൻ ഓപ്പറേറ്റർ മെയിൻ ആളാണ്. അദ്ദേഹവും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ആൺമക്കളും ദൈവത്തിൻ്റെ മുന്നോടിയായി ഏത് നേരത്തും അമ്മയച്ഛനും പ്രാർത്ഥിക്കുന്നു. അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ കുഞ്ഞുനാളെ കണ്ടു നിന്നതാണ്. യേശുവോട് ചേർന്നിരുന്ന് പ്രാർത്ഥനയും കണ്ണീരൊഴിച്ചുള്ള പ്രാർത്ഥന, കണ്ണീരൊഴിച്ചാൽ മാത്രമേ യേശു തമ്പുരാൻ ആ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഒരു ബോധ്യം ആയത് അവർ കുഞ്ഞുനാളിലെ കണ്ടു വളർന്നതാണ്. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വില എന്താണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ട്. ഈ സാക്ഷ്യം നമുക്ക് പ്രചോദനമാണ്. ജീവിത നിരാശകളിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉറപ്പുള്ള വിശ്വാസ ചുവടുകളോടെ നമുക്ക് മുന്നേറാം. യേശുവിൻ സ്നേഹം പകർന്നിടുവാൻ, യേശുവിൻ സാക്ഷി